വീണ്ടും വരുന്നവനായ ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേകമായൊരു പഠന വിഷയം റോമലേഖനം. റോമലേഖനത്തിൽ നിന്നുള്ള 118 അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. 6-ാം അധ്യായം നാം ആരംഭിക്കുകയുണ്ടായി. 6-ാം അധ്യായം ഒരു പുതിയ പഠനമാണ് 6-ാം അധ്യായം മുതൽ ആരംഭിക്കുന്നത്. നീതീകരണം പൂർണ്ണമാക്കപ്പെടുന്നു. ആദ്യത്തെ 4 വാക്യങ്ങൾ ദൈവത്തിൻ്റെ ചരമക്കുറിപ്പാണ്. അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ കണ്ടു. അപ്പോസ്തലനായ പൗലോസ് ഇതുവരെ പറഞ്ഞ വിഷയങ്ങൾ അത് കേട്ട ചില യഹൂദന്മാർ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഒരു ചോദ്യം ഉന്നയിച്ചു. ചോദ്യത്തോടു കൂടി ഈ അധ്യായം ആരംഭിക്കുന്നത്. റോമലേഖനം 6-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ ഇപ്രകാരമാണ്: ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഉത്തരം: ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇപ്പോൾ റോമലേഖനത്തിൽ പൗലോസ് പലപ്പോഴും പ്രതീക്ഷിക്കുന്നു താൻ പറയുന്ന വിഷയങ്ങൾക്കെതിരെ പ്രതിഷേധമുണ്ടാകും. അതെന്നും എപ്പോഴും സത്യമാണ്. ദൈവവചനം കേൾക്കുമ്പോൾ പലപ്പോഴും മനുഷ്യർ പ്രതികരിക്കും. ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് അവർ പ്രതികരിക്കും. ഇവിടെ യഹൂദന്മാരാണ് പ്രതികരിച്ചത്. അപ്പോൾ ഇവിടെ പൗലോസ് ചോദിച്ചു, ആകയാൽ നാം എന്ത് പറയേണ്ടു എന്ന് പറഞ്ഞാൽ 5-ാം അധ്യായത്തിൽ പറഞ്ഞ വിഷയം കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നവർ ചോദിക്കുമ്പോൾ, കാരണം 5-ാം അധ്യായത്തിൽ പൗലോസ് അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞു, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഇതാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ചത്. പാപം പെരുകിയപ്പോൾ കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പോൾ കൂടുതൽ കൃപ ലഭിക്കാൻ കൂടുതൽ പാപം ചെയ്താൽ മതിയോ എന്ന ചിന്താഗതി പലപ്പോഴും നമ്മൾ കണ്ടു. ലോകത്തിൽ പലരും കൊണ്ടു നടന്നു. എത്ര പാപം ചെയ്താലും ദൈവകൃപയിൽ ദൈവം എന്നോടത് ക്ഷമിക്കും, കൃപയാൽ എൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു തരും, മായ്ച്ചു കളയും എന്ന ധാരണ. ബൈബിളിൽ തന്നെ പല മനുഷ്യർക്ക് ആ സമീപനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളതിനെക്കുറിച്ച് കണ്ടു. യൂദയുടെ ലേഖനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. യൂദയുടെ ലേഖനം ഒരു അധ്യായം മാത്രമുള്ള യൂദയുടെ ലേഖനത്തിൻ്റെ 4-ാം വാക്യത്തിൽ യൂദ ഇപ്രകാരമാണ് എഴുതിയത്. ക്രിസ്തുവിൻ്റെ സഹോദരനായ യൂദയാണ് ഈ ലേഖനം എഴുതിയത്. യൂദ ഇപ്രകാരം പറയുകയുണ്ടായി: നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവകൃപയെ ദുരുപയോഗിച്ച് എന്തിനെ? ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി, കാരണമാക്കി. എല്ലാ തിന്മകളും പാപങ്ങളും ചെയ്തു കൂട്ടിയിട്ട് ദൈവകൃപയാൽ ദൈവം എന്നോട് ക്ഷമിക്കുമെന്നൊരു ചിന്താഗതി വെച്ച് പുലർത്തിയവർ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും പൗലോസ് ഇപ്രകാരം ഒരു അവസ്ഥ ഓർമ്മിപ്പിക്കും. അവിടെ പറയുന്നത് ഗലാത്യർ 5:13, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. ദൈവം നമുക്ക് നൽകി തന്ന അനുഗ്രഹങ്ങളും കൃപകളും ജഡത്തിന് പാപസംബന്ധമായി ജീവിക്കുവാൻ, ദുഷ്ട ജീവിതം ജീവിക്കുവാൻ അതിനുവേണ്ടി ഉപയോഗിക്കരുത് എന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ദൈവകൃപയെ ദുരുപയോഗിക്കുന്ന സമൂഹം അന്നും ഉണ്ടായിരുന്നു. പലരെ സംബന്ധിച്ച് ദൈവകൃപ വളരെ വില കുറഞ്ഞ ഒന്നാണ്. കൃപയുടെ മൂല്യമോ ആഴമോ വലിപ്പമോ സമ്പന്നതയോ പലർക്കും മനസ്സിലായിട്ടില്ല. കൃപ വിലയില്ലാത്ത ഒന്നല്ല. കൃപ വളരെ വിലയുള്ളതാണ്. വളരെയധികം വില കൊടുത്ത് ആണ് ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടത്. കർത്താവ് കൊടുത്ത വില എന്ന് നമുക്കറിയാം. അവിടെ കർത്താവ് ഈ കൃപ നമുക്ക് തന്നിട്ട് നാം അവൻ്റെ അനുകാരികളാകുവാൻ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃപ തന്നെയാണ്. പക്ഷേ നാം ക്രിസ്തുവിൻ്റെ അനുകാരികളാകണം എന്നുള്ളത് ദൈവഹിതമാണ്. ഇപ്പോൾ പൗലോസിൻ്റെ വാക്കുകളെ എതിർക്കുന്നവർ അവരൊരു പക്ഷേ തെറ്റായ ജീവിതശൈലി ഉള്ളവരാകാം. അതുകൊണ്ടായിരിക്കും അവർ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അതിനേക്കാൾ ഉപരിയായി അപ്പോസ്തലനായ പൗലോസ് തെറ്റ് പഠിപ്പിക്കുന്ന ഒരാളാണെന്ന് സ്ഥാപിക്കണം എന്നവർക്ക് തീരുമാനമുണ്ടായിരുന്നു. അത് നേരത്തെ അവർ ചെയ്തിട്ടുണ്ട് പൗലോസിനോട്. പൗലോസ് പഠിപ്പിക്കുന്നതിലെ തെറ്റുകൾ കണ്ടുപിടിച്ച് അതിനെ ഉറക്കെ വിളിച്ച് പറയുക. പൗലോസ് പഠിപ്പിച്ചത് തെറ്റല്ല, ഇവർ മനസ്സിലാക്കി വെച്ചതാണ് തെറ്റ്. അത് 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇതേപോലെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. പൗലോസ് പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ച് അവിടെ 3-ാം അധ്യായം റോമലേഖനം 8-ാം വാക്യം പൗലോസ് ഇങ്ങനെ പറഞ്ഞു. അവിടെ റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാണ് ഇവരെ എതിരിട്ടത്: നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? തിന്മ ചെയ്താൽ നല്ലത് വരും എന്ന് പറയാൻ പാടില്ലേ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നു. അപ്പോസ്തലന്മാരായ ഞങ്ങൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, തിന്മ ചെയ്താൽ നന്മ വരും എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നുവെന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നു.
ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. ദൈവം അങ്ങനെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചവരെക്കുറിച്ച് തെറ്റായിട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ ശിക്ഷാവിധി നൽകുമെന്നുള്ളത് ദൈവം വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇത് പൗലോസ് ആദ്യമായി നേരിടുന്ന സാഹചര്യമല്ല, താൻ പറയുന്നതിനെ തെറ്റിദ്ധരിക്കുക. ഇപ്പോൾ പൗലോസ് കൃപയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് ജനങ്ങളെ കൂടുതൽ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് പഠിപ്പിക്കുന്നത് തെറ്റാണ്, ദുരുപദേശമാണ് എന്ന് ചിലർ വരുത്തി തീർക്കുവാൻ ആഗ്രഹിച്ചു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പൗലോസ് എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇപ്പോൾ 1-ാം വാക്യത്തിൽ ചോദ്യം, പ്രതിഷേധം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? പൗലോസിൻ്റെ മറുപടി, ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പൗലോസ് എങ്ങനെയാണ് ആ ചോദ്യത്തെ എതിരിട്ടത്? കൃപ പെരുകാൻ പാപം ചെയ്യുക എന്നുള്ളതിന് പൗലോസ് വളരെ ശക്തമായൊരു പ്രതിഷേധ സ്വരം, ഒരു നാളും അരുത്. പുതിയ എഴുതപ്പെട്ട യവന ഭാഷയിൽ ശക്തമായ പ്രതിഷേധത്തിനുള്ള പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചത്. ഒരു നാളും അരുത്, അങ്ങനെ ചിന്തിക്കുക പോലും അരുത്. ഒരു പരിഭാഷയിൽ എത്ര ഭീഭത്സമായ ചിന്താഗതി! ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ചിന്തിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന നിലയിലാണ് പൗലോസ് ഇതിന് മറുപടി പറയുന്നത്. റോമലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് അനവധി കാരണങ്ങൾ ദൈവമക്കൾക്ക് വേണ്ടി പറയും. എന്തുകൊണ്ട് പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കണം, എന്തുകൊണ്ടൊരു ദൈവമക്കൾ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം, പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കണമെന്ന്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, ദൈവമക്കൾ പാപസംബന്ധമായി മരിച്ചവരാണ്, പാപത്തോടുള്ള ബന്ധത്തിൽ മരിച്ചവരാണ്. അതാണ് പൗലോസ് ഇവിടെ ആവശ്യപ്പെടുന്നത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നിങ്ങൾ പറയുന്ന പോലെ കൃപ കൂടുതൽ കിട്ടേണ്ടതിന് വേണ്ടി പാപം ചെയ്തുകൊണ്ടിരിക്കാതെ എങ്ങനെ പറയാൻ കഴിയും? നാം പാപസംബന്ധമായി മരിച്ചവരല്ലേ, പാപത്തോടുള്ള ബന്ധത്തിൽ മരിച്ചവരല്ലേ? പിന്നെ എങ്ങനെ നമുക്ക് പാപത്തെ ജീവിക്കാൻ കഴിയും? പാപം നമ്മുടെ ജീവിതത്തിൽ സജീവമായി നടക്കുവാൻ സാധിക്കും? നാം പാപസംബന്ധമായി മരിച്ചവരല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ പഠനങ്ങൾ, അതായത് 2 ആദാമിനെക്കുറിച്ച് 5-ാം അധ്യായത്തിൽ 1-ാം ആദാമും 2-ാം ആദായ ക്രിസ്തു നമ്മളെ താരതമ്യ പഠനത്തിൽ ഈ മരണമെന്ന വാക്ക് നമ്മൾ വളരെയധികം വിശദമായി കണ്ടതാണ്. ഇപ്പോൾ റോമലേഖനം 6-ാം അധ്യായത്തിലും പൗലോസ് ഒരു ആലങ്കാരികമായ രീതിയിൽ മരണമെന്ന വാക്ക് ഉപയോഗിക്കുകയാണ് നമ്മുടെ പരിവർത്തനത്തെ പരാമർശിക്കുവാൻ. മരണമെന്ന വാക്ക്, നമ്മുടെ ഭൗതിക മരണമെന്ന വാക്ക് നമ്മുടെ പരിവർത്തനം, ക്രിസ്തുവിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട അവസ്ഥയെ പരാമർശിക്കാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. മരണമെന്ന വാക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. 13-14 തവണ, ആദ്യത്തെ 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ മരണം, മരിച്ചു എന്നുള്ള വാക്ക് 13-14 തവണ എങ്കിലും നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ചരമക്കുറിപ്പ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചത്. ഒരു മരിച്ചൊരു മൃഗത്തെക്കുറിച്ച് ചിന്തിക്കുക. മരിച്ചു കിടക്കുന്ന നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടൊരു മൃഗം മരിച്ചുപോയി. ആ മൃഗത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അതിൻ്റെ മൂക്കിൻ്റെ അടുക്ക് കൊണ്ടുവച്ചു. അത് പ്രതികരിക്കില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. അത് മരിച്ചു പോയത് കൊണ്ട് തനിക്ക് പ്രിയപ്പെട്ട ഭക്ഷണത്തിൻ്റെ മുമ്പിൽ അത് പ്രതികരിക്കില്ല, കാരണം അത് മരിച്ചുപോയി. ഇപ്പോൾ പൗലോസ് ഇവിടെ പറയുന്ന ഒരർത്ഥത്തിൽ നാം പാപസംബന്ധമായി മരിച്ചവരാണ്. അതുകൊണ്ട് പാപം നമ്മെ ദൈവത്തിൽ നിന്ന് വലിച്ചകറ്റാൻ പ്രലോഭിപ്പിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കരുത്, പാപത്തോട് പ്രതികരിക്കരുത്. പാപസംബന്ധമായി മരിച്ചവരാണ്. പാപം പലപ്പോഴും നമ്മുടെ ചുറ്റും പല പ്രലോഭനങ്ങൾ നിരത്തി ദൈവത്തിൽ നമ്മെ അകറ്റുവാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഈ മരിച്ച മൃഗത്തെ പോലെ നമുക്ക് ഇഷ്ടമുള്ള ആഹാരം മുമ്പിൽ വന്നു, ആ മൃഗത്തിന് ജീവനില്ലാത്തതുകൊണ്ട് പ്രതികരിച്ചില്ല. പക്ഷേ ഈ ഉപമകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാ ഉപമകളും ആവശ്യത്തിലധികം വലിച്ചു നീട്ടരുത്. ഇവിടെ പൗലോസ് നമ്മളിപ്പോൾ പറഞ്ഞ ഉപമ പോലും ഒരു അർത്ഥത്തിൽ അമിതമായി ചിന്തിക്കാൻ പറ്റില്ല. കാരണം മരിച്ച മൃഗത്തെ സംബന്ധിച്ച് അതിന് കഴിവില്ല, അതിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന ആഹാരത്തോട് പ്രതികരിക്കാൻ അതിന് കഴിവില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം ദൈവമക്കളായി തീർന്ന മനുഷ്യരായി നമുക്ക് പാപം ചെയ്യാൻ കഴിയില്ലെന്നല്ല ദൈവം പറയുന്നത്. പാപം ചെയ്യാൻ കഴിയില്ല, പ്രലോഭനം വന്നാൽ, തിന്മയ്ക്കുള്ള ആകർഷണം വന്നാൽ പാപം ചെയ്യാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതിനു പകരം ദൈവം എന്ന് നമ്മോട് പറയുന്നത് പാപം ചെയ്യരുത് എന്നാണ്. മനുഷ്യരാണ്, ജഡം ധരിച്ചവരാണ്, അതുകൊണ്ട് പാപം ചെയ്യാൻ കഴിയില്ല എന്ന് ബൈബിൾ പറയില്ല. സ്നാനപ്പെട്ടവരാണെങ്കിലും നാം പാപം ചെയ്യരുത് എന്നാണ് പറയുന്നത്. നാം പാപസംബന്ധമായി മരിച്ചവരാണ്. അതുകൊണ്ട് പാപം വീണ്ടും നമ്മുടെ ശരീരത്തിൽ വാഴാൻ അനുവദിക്കരുത്. നമ്മൾ അനുവദിച്ചാൽ വീണ്ടും വാഴും. ഇറങ്ങിപ്പോയ വ്യക്തി വീണ്ടും കയറി വരും. പക്ഷെ നാം അനുവദിക്കരുത്, വാതിൽ തുറന്നിടരുത്, ശ്രദ്ധിക്കാതെ ജീവിക്കരുത്. ഇതാണ് 11 മുതൽ 13 വരെ ഇതേ അധ്യായത്തിൽ തന്നെ കാണാം. റോമർ 6-ാം അധ്യായത്തിലെ 11. അപ്പം മറക്കരുത്, ഇവിടെ പൗലോസ പറയുന്നത് ഒരു ദൈവ പൈതലിന് പാപം ചെയ്യാൻ കഴിയില്ല, ഒരു വിശുദ്ധനായി തീർന്ന വ്യക്തിക്ക് പാപം ചെയ്യാൻ കഴിയില്ല എന്നല്ല.
മനുഷ്യ ശരീരത്തിൽ, ജഡശരീരത്തിൽ, ബലഹീനതയുള്ള ഈ ശരീരത്തിൽ അവൻ വിശുദ്ധിയിൽ ജീവിച്ചില്ലെങ്കിൽ വീണ്ടും പാപത്തിൽ വീഴും. 11 മുതൽ 13 വരെ എന്താ പറയുന്നത് കേൾക്കാം. നമുക്ക് പിന്നീട് വാക്യങ്ങളിലേക്ക് വരും, തൽക്കാലം ഒന്ന് വായിക്കാം. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. അപ്പം നാം നമ്മെ കാണേണ്ട നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഞാൻ പാപസംബന്ധമായി മരിച്ച ഒരാളാണ്, മരിച്ചതിനെ എനിക്ക് വീണ്ടും ജീവിപ്പിക്കാൻ പറ്റില്ല എന്ന മനോഭാവത്തിലൂടെ ജീവിക്കുക. എണ്ണുവിൻ എന്ന വാക്കതാണ് ഉദ്ദേശിക്കുന്നത്. 12-ാം വാക്യം, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. പാപം വീണ്ടും നമ്മളെ വാഴാൻ, കീഴടക്കാൻ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 13-ാം വാക്യം, നിങ്ങളുടെ അവയവങ്ങളെ, അത് ശരീരത്തിലെ അവയവങ്ങൾ, അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളെ സൂക്ഷിക്കണം, അതിൻ്റെ പ്രവൃത്തികളെ സൂക്ഷിക്കണം. കണ്ണുകൊണ്ട് കാണുന്നത്, ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, തൊടുന്നത് എല്ലാം നമ്മൾ സൂക്ഷിക്കണം. ഇതൊക്കെ അനീതിക്ക് വേണ്ടി ഉപയോഗിച്ച ഈ അവയവങ്ങളെ അനീതിക്ക് വേണ്ടി ഉപയോഗിച്ച പാപം വീട്ടകത്ത് കയറും. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ല പാപം ചെയ്യാൻ പറ്റില്ലെന്നല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നമുക്ക് വിവരിക്കാം. നാം പാപസംബന്ധമായി മരിച്ചു, പക്ഷെ നമ്മോടുള്ള ബന്ധത്തിൽ പാപം മരിച്ചിട്ടില്ല. പാപം നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ പരിസരത്തുണ്ട്, നമ്മുടെ റോഡിൻ്റെ സമീപത്തുണ്ട്, നമ്മൾ പോകുന്ന പല ഇടങ്ങളിലുമുണ്ട്, നമ്മുടെ പല അവസ്ഥ നമ്മുടെ കൂടെ തന്നെയുണ്ട്. പാപം മരിച്ചിട്ടില്ല. നമുക്കാണ് പാപത്തുള്ള ബന്ധത്തിൽ മരിച്ചത്, മരണം സംഭവിച്ചത്. പാപം മരിച്ചിട്ടില്ല, അത് കാത്തിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് ഇവിടെ പറയുന്നത് ദൈവമക്കൾക്ക്, സ്നാനമേറ്റവർക്ക് പാപം ചെയ്യാൻ കഴിയില്ല എന്നല്ല, പാപം ചെയ്യാൻ പാടില്ല, പാപം ചെയ്യരുത് എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇനി പാപം ചെയ്യരുത് യോഹന്നാൻ പറഞ്ഞു. പങ്കിലമായൊരു ജീവിതശൈലി നമുക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ അവസ്ഥയ്ക്ക് ചേർന്നതല്ല. പാപപങ്കിലമായൊരു ജീവിതശൈലി. ഞായറാഴ്ച രാവിലെ കുളിച്ച് ഒരു വെളുത്ത ഷർട്ടൊക്കെ ഇട്ട് സാരിയൊക്കെ എടുത്ത് വന്നു, അതുവരെ ഇഷ്ടം പോലെ തോന്നിയ പോലെ ജീവിച്ച് സാധിക്കില്ല. വന്നുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പാപം ചെയ്യുന്ന കഴിവില്ലെന്നല്ല, പാപം ചെയ്യരുത് എന്നാണ് പറയുന്നത്. നമ്മുടെ പുതിയ അവസ്ഥ ഇതാണ്. ക്രിസ്തുവിനോട് ചേർന്നവരാണ്, ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്, നാം ക്രിസ്തുവിലാണ്. ഈ അവസ്ഥയ്ക്ക് ചേർന്നതല്ല പാപത്തിലുള്ള ജീവിതം. അനേക ദൈവമക്കൾക്ക് പാപസംബന്ധമായി മരിച്ചവരാണെങ്കിൽ അവർക്കറിയില്ല, ഇത് മറന്നു കളഞ്ഞു. നിങ്ങൾ ഓർക്കുന്നില്ലയോ എന്ന് പോലും ചോദിക്കുന്നതാണ്. നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരാണെന്ന് എന്താ മറന്നുപോയോ? അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയാത്തത്. ഞാൻ പാപസംബന്ധമായി മരിച്ച ഒരാളാണ്, എൻ്റെ മുമ്പിലെ ഗ്ലാസ് നീട്ടുമ്പോൾ അയ്യോ എനിക്കത് പാടില്ല, ഞാൻ ദൈവ പൈതലാണ് എന്ന് പറയാനുള്ള ഓർമ്മയില്ല, ബോധമില്ല. അതുകൊണ്ട് വീണ്ടും പാപത്തിൻ്റെ വഴിയിലേക്ക് വീഴും. പൗലോസ് എന്തുകൊണ്ടാണ് ഇവിടെ മരണം എന്ന വാക്ക് ഉപയോഗിച്ചത്? പാപസംബന്ധമായി മരിച്ചവർ എന്ന വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം എന്താ? അതുകൊണ്ട് 13-14 തവണ 11 വാക്യത്തിൽ നമുക്കത് വാക്ക് കാണാം. അങ്ങനെ പൗലോസിൻ്റെ പ്രഥമമായ ഉദ്ദേശം എന്ന് പറയുന്നത് രൂപാന്തരം, അതായത് പരിവർത്തനം, ക്രിസ്തുവിൻ്റെ ക്രൂശുമായി ബന്ധിപ്പിക്കുകയാണ്. ഒരു വ്യക്തിയുടെ രൂപാന്തരം ക്രിസ്തുവിൻ്റെ ക്രൂശുമായി ബന്ധപ്പെട്ടതാണ്. കാരണം റോമൻ 5-6-8 വാക്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട് നമ്മോടുള്ള ആ സ്നേഹം ദൈവം പ്രദർശിപ്പിച്ചു. ഇപ്പോൾ കർത്താവ് പാപികൾക്ക് വേണ്ടി മരിച്ചു, അതേപോലെ നാമും പാപസംബന്ധമായി മരിക്കണം. ക്രിസ്തുവിൻ്റെ മരണവുമായി നമ്മുടെ രൂപാന്തരം, പരിവർത്തനത്തെ ബന്ധപ്പെടുത്തുകയാണ്. ഇപ്പോൾ പൗലോസ് നമുക്കൊരു കർത്താവിനോട് ചേരുമ്പോൾ സംഭവിക്കുന്ന നാടകീയമായ മാറ്റം, നമ്മുടെ അവസ്ഥയ്ക്ക് വരുന്ന വലിയൊരു മാറ്റം, കൃപയാൽ നമുക്ക് ലഭിക്കുന്ന വലിയ രക്ഷയുടെ അനുഭവം, അതിനെ വിവരിക്കാൻ ഏറ്റവും നല്ല അവസ്ഥയാണ് മരണം എന്ന വാക്ക്. മരണമെന്ന അവസ്ഥ, മരണമെന്ന അവസ്ഥയിൽ സംഭവിക്കുന്ന നാടകീയമായിട്ടുള്ള അവസ്ഥകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സംഭവിച്ച, ക്രിസ്തുവിനോട് ചേരുമ്പോൾ നമുക്ക് പാപത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ച ആ വലിയ മാറ്റത്തെ കാണിച്ചതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് മരണമെന്ന വാക്കുകൊണ്ട്. ഇനി 3-4 വാക്യങ്ങളിലേക്ക് നോക്കാം. റോമർ 6. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. 3-4 വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ. വളരെയധികം സമയം ഒരുപക്ഷെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരികയാണ്. എപ്പോഴാണ് എങ്ങനെയാണ് പാപസംബന്ധമായി നാം മരിച്ചത്? എങ്ങനെ, എപ്പോൾ? ഹൗ ആൻഡ് വെൻ.
എപ്പോൾ എങ്ങനെ പാപസമ്മതമായി നമ്മൾ മരിച്ചു. അനേക ഘടകങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പാപത്തോട് നമ്മുടെ സമീപനത്തെക്കുറിച്ച്, കാരണം ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ചുമന്ന് ക്രൂശിൽ തറച്ചു, ആ തിരിച്ചറിയുമ്പോൾ നമ്മുടെ സമീപനം, പാപത്തോട് നമ്മുടെ സമീപനത്തെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. 1 കൊരിന്ത്യർ 15:3 ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു. അതും ഇതിനകത്ത് അന്തർലീനമാണ്. കൂടാതെ വിശ്വാസവും മാനസാന്തരവും നമുക്ക് ദൈവഭക്തിയിൽ ജീവിക്കാൻ നമുക്ക് ഇടവരുത്തുന്ന ഘടകങ്ങളാണ്. വിശ്വാസവും മാനസാന്തരവും. പ്രവർത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ ദേശത്തൊക്കെയും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ഇപ്പം നമ്മൾ പാപസമ്മതമായി മരിച്ചതിൻ്റെ പിന്നിൽ ഈ ഘടകങ്ങളുണ്ട്: മാനസാന്തരം, വിശ്വാസം. കൂടാതെ ഒരു പടി കൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്ന സഹായം. റോമലേഖനം 8:13 വാക്യത്തിൽ വരെ നമുക്ക് ഇങ്ങനെ വായിക്കാം: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയമെന്ന്, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിൻ്റെ സഹായം, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ പൗലോസ് വ്യക്തമായി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നതിലേക്ക് നമുക്ക് നോക്കാം. 3-4 വാക്യങ്ങളിൽ പൗലോസ് വ്യക്തമായി എപ്പോൾ എങ്ങനെ പാപസംബന്ധമായി നമ്മൾ മരിച്ചു. ഇതിൻ്റെ പിന്നിൽ നേരത്തെ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഉണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി പാപങ്ങൾ ചുമന്ന് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് നമുക്കുണ്ടാകുന്ന സമീപനം, വിശ്വാസം, മാനസാന്തരം, ദൈവാത്മാവിൻ്റെ പ്രവർത്തനം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ പൗലോസ് ഇവിടെ പ്രധാനമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത്, ചിന്തിപ്പിക്കുന്നത് എപ്പോൾ ഇത് സംഭവിച്ചു, പാപസംബന്ധമായി നാം എപ്പോഴാണ് മരിച്ചത്. പൗലോസ് ഇവിടെ വളരെ വ്യക്തമായി നമ്മെ ക്രിസ്തുവിൻ്റെ ക്രൂശുമായി ബന്ധിപ്പിക്കുന്ന ഒരു വിഷയത്തെ അവതരിപ്പിക്കുകയാണ്: സ്നാനം. ക്രിസ്തുവിൻ്റെ ക്രൂശ്, നമ്മുടെ പാപങ്ങൾ ചുമന്ന് തിരുവെഴുത്തുകൾ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവിൻ്റെ ക്രൂശ്, അതിലേക്ക് നമ്മളെ ബന്ധപ്പെടുത്തുകയാണ്. അപ്പോഴാണ് നാം പാപസമ്മതമായി മരിക്കുന്നത്. ക്രൂശുമായി ബന്ധപ്പെടണം. അത് സ്നാനത്തിലൂടെയാണ്. അതാണ് ചോദിച്ചത്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും, തന്നെ ഉൾപ്പെടെ പൗലോസ് പറയുകയാണ്, യേശുവിനോട് ചേർന്നവരാണ് നാം. എന്തിലൂടെ? സ്നാനത്തിലൂടെ. സ്നാനത്തിലൂടെയല്ലാതെ യേശുവിലേക്ക് ചേരാൻ പറ്റില്ല. ഒരു കാർഡ് മീറ്റിങ്ങിൽ പങ്കെടുത്തൊരു കാർഡ് എഴുതി കൊടുത്തത് കൊണ്ടോ, കൈയുയർത്തി നിന്നുകൊണ്ടോ, മുട്ടിന്മേൽ നിന്നുകൊണ്ടോ, ആരെങ്കിലും നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടോ ഇങ്ങനെയൊന്നും ആർക്കും ക്രിസ്തുവിലേക്ക് വരാൻ പറ്റില്ല. ദൈവവചനപ്രകാരമാണ് സംസാരിക്കുന്നത്. ദൈവവചനപ്രകാരം ഒരുവൻ ക്രിസ്തുവിലാകണമെങ്കിൽ ക്രിസ്തുവിനോട് ചേരണം. ക്രിസ്തുവിനോട് ചേരാൻ ഒരേ ഒരു മാർഗ്ഗമേ ബൈബിളിലുള്ളൂ, അത് സ്നാനത്തിലൂടെ. അതിനാദ്യം നമ്മൾ മരിക്കണം. ഭൗതികമായിട്ടല്ല, നമ്മളൊരു മരണം എന്നൊരവസ്ഥയിലൂടെ പോകണം. ഗോതമ്പ് മണി നിലത്ത് വീഴുന്നത് പോലെ നമ്മൾ മരിച്ച് ക്രിസ്തുവിനോട് ചേരണം. സ്നാനത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നാം പാപസംബന്ധമായി മരിക്കുന്നത് സ്നാനത്തിൽ നാം യേശുവിനോട് ചേരുമ്പോഴാണ്. യേശുവിനോട് ചേരണമെങ്കിൽ പാപസംബന്ധമായി മരിച്ചിരിക്കണം. പഴയ ബന്ധം അവസാനിപ്പിച്ചിട്ട് വേണം പുതിയ ബന്ധം ആരംഭിക്കാൻ. പഴയ ബന്ധം പാപത്തോടുള്ള ബന്ധം, ആ ബന്ധത്തിൽ പാപത്തോടുള്ള ബന്ധത്തിൽ നാം മരിക്കണം. പാപം ചുറ്റിലുമുണ്ട്. പാപത്തോടുള്ള ബന്ധത്തിൽ ഞാൻ മരിക്കണം. എൻ്റെ പഴയ മനുഷ്യനെ ക്രൂശിക്കണം. എന്നാൽ എനിക്ക് പുതിയ മനുഷ്യൻ്റേതാകാൻ പറ്റും, വേറൊരുവനാകാൻ പറ്റുകയുള്ളൂ. റോമലേഖനം 7 വരുമ്പോൾ കൂടുതലായിട്ട് കാണും. അപ്പം ക്രിസ്തുവിനോട് ചേരുവാൻ, ക്രിസ്തുവിൻ്റെ മരണവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നതാണ് സ്നാനം. വേറെ ഒരു കാര്യവും നമ്മെ ക്രിസ്തുവിൻ്റെ മരണവുമായി ബന്ധിക്കില്ല. ക്രിസ്തുവിൻ്റെ മരണത്തോട് ബന്ധപ്പെടാത്ത ഒരാൾക്കും മോചനമില്ല, പാപമോചനമില്ല, വീണ്ടും ജന്മമില്ല, രക്ഷയില്ല. ക്രിസ്തുവിൻ്റെ മരണമായി നമ്മളെ ബന്ധിപ്പിക്കണം. അവിടെ വെച്ചാണ്, അങ്ങനെയാണ് പാപത്തുള്ള ബന്ധത്തിൽ നാം മരിക്കുന്നത്. ഇപ്പോൾ സ്നാനം എന്ന വാക്ക് ആദ്യമായി റോമലേഖനത്തിൽ ഉപയോഗിക്കുന്ന ഭാഗമാണ് ഇവിടെ. അതുകൊണ്ട് സ്നാനം എന്ന വാക്ക് അല്പം ചുരുക്കമായിട്ടൊന്ന് പരിചയപ്പെടാം. കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും ഒന്ന് കേൾക്കുക. സ്നാനം എന്ന വാക്ക് അത് വന്നിരിക്കുന്ന യവന ഭാഷയിലെ ബാപ്റ്റിസ്മ അല്ലെങ്കിൽ ബാപ്റ്റിസ്മോസ് എന്ന യവന വാക്കുകളിൽ നിന്നാണ്. സ്നാനപ്പെടുക, സ്നാനമേൽക്കുക എന്നുള്ളത് ബാപ്റ്റിസോ എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം മുക്കുക, നിമഞ്ജനം ചെയ്യുക. ബാപ്റ്റിസ്മ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നിമഞ്ജനം എന്നാണ്. ബാപ്റ്റിസ്മോസ് എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുത്തുന്ന ക്രിയ. ആ പ്രക്രിയയെക്കുറിച്ച് പറയുന്നതാണ് യവന ഭാഷയിലെ ബാപ്റ്റിസ്മ എന്ന വാക്ക്. ചരിത്രകാരന്മാർ വളരെ വ്യക്തമായി തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ആദിമസഭയുടെ ആരംഭം മുതൽ
സ്നാനം എന്നുള്ളത് ജലത്തിൽ പൂർണ്ണമായി നിമജ്ജനം ചെയ്യുന്നതിനെയാണ് സ്നാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെള്ളം തളിക്കുന്നതോ കോരി ഒഴിക്കുന്നതോ ഒന്നും അന്നത്തെ രീതിയല്ല. ആദിമസഭയിൽ സ്നാനമേൽക്കുക എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകം ചെയ്തതുപോലെ ക്രിസ്തു അവിടെ നിന്നുകൊണ്ട് യോഹന്നാൻ സ്നാപകം ചെയ്തു, യോർദാൻ നദിയിൽ സ്നാനമേറ്റു. ക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനമേറ്റു. ക്രിസ്തുവിൻ്റെ കാര്യത്തിലെങ്കിൽ യോഹന്നാന് വേണമെങ്കിൽ കുറച്ച് പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് സ്ഥലത്ത് തളിക്കാമായിരുന്നു. അതല്ല, ക്രിസ്തു ജലത്തിലിറങ്ങി പൂർണ്ണമായിട്ട് നിമജ്ജനം ചെയ്തു. ആദിമ നൂറ്റാണ്ടിൽ സ്നാനം എന്നതിന് ഉപയോഗിച്ച യെരുശലേം ബൈബിളിൽ തന്നെ പുരാതനമായുള്ളൊരു പരിഭാഷയാണ്. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഇമ്മേർഷൻ, നിമജ്ജനം എന്ന വാക്കാണ്. അല്ല, ക്രിസ്തുവിനോട് നിമജ്ജനം ചെയ്യുവാൻ സ്നാനപ്പെട്ടവരായ നിങ്ങളെല്ലാവരും ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിമജ്ജനം ചെയ്തില്ലേ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യമർഹിക്കുന്ന ഒരു വേദഭാഗമാണ് സ്നാനത്തെക്കുറിച്ച് റോമലേഖനം. പക്ഷെ അനേകം ആൾക്കാർ ഇതിനെ വഴിതെറ്റിച്ച് കോട്ടിക്കളയാൻ സ്നാനം എന്നത് ആത്മീകമായൊരു സംഭവമാണ്, സ്നാനം പരിശുദ്ധാത്മാവിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലത്താലുള്ള സ്നാനത്തിൻ്റെ വില കുറച്ച് കളയാൻ, ദുരുപദേശത്തെ ന്യായീകരിക്കാൻ പലരും ഈ വേദഭാഗത്തെ കൂട്ടിക്കളയാറുണ്ട്. ഇവിടെ ജലമല്ല ഉദ്ദേശിക്കുന്നത്, ആത്മാവാണ്. ആത്മാവിലാണ് സ്നാനപ്പെടേണ്ടത്. അല്ലെങ്കിൽ അത് ജലത്തിൽ സ്നാനപ്പെട്ടതിന് ശേഷം കാത്തിരുന്ന് പരിശുദ്ധാത്മ സ്നാനം കൂടെ പ്രാപിക്കണം എന്നൊക്കെ രീതിയിൽ വഴിതെറ്റിക്കാറുണ്ട്. പക്ഷേ ലോകം അംഗീകരിച്ചിട്ടുള്ള വേദശാസ്ത്ര പണ്ഡിതന്മാരെന്ന് ലോകം യഥാർത്ഥത്തിൽ അംഗീകരിച്ചുള്ള പണ്ഡിതന്മാരും ബൈബിൾ വ്യാഖ്യാതാക്കന്മാരും ഒക്കെ സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്. ക്രിസ്തു സ്നാനപ്പെടുവാൻ കൽപ്പിക്കുമ്പോൾ മത്തായി 28 അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ അന്ത്യ ആജ്ഞാപനം എന്ന് പറയപ്പെടുന്ന ആ വേദഭാഗം അവസാനം തൻ്റെ ശിഷ്യന്മാരോട് നൽകിയ കൽപ്പനയാണ് അന്ത്യാജ്ഞാപനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എന്ന് മത്തായി 28:19 പറയുമ്പോൾ അവിടെ സ്നാനം കഴിപ്പിച്ചെന്ന് ക്രിസ്തു പറയുന്ന ആത്മാവിനെ അല്ല, ആത്മാവിൽ പോയി മുങ്ങാനല്ല, ആലങ്കാരികമായൊന്നല്ല, വെള്ളത്തിൽ ചെയ്യുന്ന സ്നാനം എന്ന ശുശ്രൂഷയെക്കുറിച്ചാണ്. അത് മർക്കോസ് 16:16, ഗലാത്യലേഖനം 3 അധ്യായത്തിൽ, ലൂക്കോസ് 24 ഒക്കെ ഇതിൻ്റെ പരാമർശങ്ങൾ കാണാം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. അനന്യ ശൗലോട് പറഞ്ഞു, ഇനി താമസിക്കുന്നത് എന്ത്? യഹൂദനായ പൗലോസ് ഗമാലിയൻ്റെ കീഴിൽ വചനം കൃത്യമായി വ്യക്തമായി പഠിച്ചൊരു മനുഷ്യനാണ്. ആ മനുഷ്യരുടെ അനന്യാസ് എന്ന് പറഞ്ഞു, നീ സ്നാനപ്പെടണം, ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് സ്നാനപ്പെട്, ക്രിസ്തുവിൻ്റെ നാമം വിളിച്ച് സ്നാനമേൽക്കും. അത് ജലത്താൽ തന്നെ. അന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം സ്നാനം എവിടെയാണ്, ജലത്താലാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ പൗലോസ് ഇവിടെ സ്നാനം എന്നതിന് ബാപ്റ്റിസം എന്ന ക്രിയാപദം ഉപയോഗിക്കുമ്പോൾ അത് ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ജലത്താലുള്ള സ്നാനത്തെക്കുറിച്ച് തന്നെയാണ്. സ്നാനം എന്ന വാക്ക് എന്നും എല്ലാ കാലത്തും ആദിമ നൂറ്റാണ്ടിൽ ജലത്താലുള്ള സ്നാനത്തെ പരാമർശിച്ചാണ് ഉപയോഗിച്ചത്. ചില മനുഷ്യർ അതിശയിക്കും, എന്താ പൗലോസ് ഇപ്പോൾ ഈ സ്നാനത്തെക്കുറിച്ച് പറയാൻ കാരണം? വിശ്വാസത്താൽ ക്രിസ്തുവിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അവരുടെ അഭിപ്രായപ്രകാരം, കാരണം ഈ കൂട്ടരെന്ന് പറയുന്നത് ഈ വിശ്വാസം മാത്രം മതി എന്ന് ഞാൻ മടിക്കാത്തവരാണ്. 1 അധ്യായം മുതൽ 5 അധ്യായം വരെ റോമലേഖനത്തിൽ വിശ്വാസം മാത്രം മതി, അനുസരണം വേണ്ട, നാം വിശ്വസിച്ചാൽ മാത്രം മതി, ഒരു കൽപ്പനയെ അനുസരിക്കണമെന്നില്ല, നമ്മൾ വിശ്വസിച്ചാൽ മതി എന്ന് പറയുന്ന കൂട്ടരെയാണ് ഇവിടെയും വാദിക്കുന്നത്. സ്നാനത്തിൻ്റെ ആവശ്യം ഇവിടെയില്ല. പൗലോസ് ഉദ്ദേശിച്ച യഥാർത്ഥത്തിൽ സ്നാനമല്ല, വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വസിച്ചാൽ യേശുവിനോട് ചേർക്കപ്പെടും. ഒരു വിശ്വസിച്ചാൽ യേശുവിനോട് ചേർക്കപ്പെടും, പാപങ്ങൾ ക്ഷമിക്കപ്പെടും. പക്ഷേ റോമലേഖനം 1:5 റോമർ 16:26 നമ്മൾ പഠിച്ച വിശ്വാസവും അനുസരണവും അത് വളരെ പ്രധാനമാണ്. രണ്ടും ചേർന്ന് നിൽക്കണം. വെറും വിശ്വാസം മാത്രം കൊണ്ട് രക്ഷിക്കപ്പെടില്ല. അപ്പോൾ ഇവിടെ സ്നാനമെന്ന് പറയുന്നത് വാസ്തവത്തിൽ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. അതുകൊണ്ടാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. അടുത്ത സെൻറ്റൻസിൽ സ്നാനമില്ല എന്ന് പറയും ചിലർ. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. കാരണം വിശ്വസിക്കാത്തവൻ സ്നാനപ്പെടില്ല. വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്, എക്സ്പ്രഷൻ, അത് പുറപ്പെടുവിക്കുന്നതാണ് സ്നാനത്തിലൂടെ. സ്നാനപ്പെടുമ്പോൾ വിശ്വാസത്തോട് വേണം സ്നാനപ്പെടാൻ. ഇത് ദൈവം കൽപ്പിച്ചതായ കൽപ്പനയാണ്, ഇത് ദൈവിക നിർദ്ദേശമാണ്, അത് മറക്കരുത്. കർത്താവ് യേശുവാണ് പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പറയണം. സുവിശേഷം പറഞ്ഞത് കേൾക്കുന്നവർ, വിശ്വസിക്കുന്നവർ, അവരെ നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മയുടെ നാമത്തിൽ സ്നാനമേൽപ്പിക്കണം. ക്രിസ്തു കൽപ്പിച്ചതാണ്. അതിനേക്കാൾ വലിയ അധികാരമില്ലല്ലോ. ആകാശത്തിലും ഭൂമിയിലുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത്. ഇത് ദൈവനിർദ്ദേശമാണ്, ദൈവകൽപ്പനയാണ്. അതുകൊണ്ടാണ് മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. ഇവിടെ 3 കാര്യങ്ങൾ ചേർത്ത് വെച്ച് കർത്താവ്: വിശ്വാസം, സ്നാനം, രക്ഷ. വിശ്വാസം, സ്നാനം, രക്ഷ. അപ്പോൾ സ്നാനപ്പെടുന്നവൻ വിശ്വാസത്തോടെ സ്നാനപ്പെടണം. വിശ്വാസം മാത്രം പോരാ, സ്നാനവും പെടണം. എന്തിന്? രക്ഷിക്കപ്പെടാൻ.
പക്ഷേ ഈ വാദങ്ങളൊക്കെ പിന്നെ എന്തിനെ, വിവാദങ്ങളൊക്കെ എന്തുകൊണ്ട്? കാരണം പല വഴിക്കാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. റോമൻ കത്തോലിക്കർ പറയും അത് ഒരു വഴിക്ക് പോയി സ്നാനമെന്ന് പറയുന്ന ഒരു കൂദാശ മാത്രമാണ്, അത് ദൈവകൃപയാൽ നടക്കുന്നൊരു കൂദാശ, അത് വിശ്വാസമൊന്നും എൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് കൊച്ചു കുട്ടികളെ വരെ സ്നാനപ്പെടുത്തും. കാരണം കുട്ടികൾ സ്നാനപ്പെടാതെ മരിച്ചു പോയാൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകേണ്ടി വരും, ലിംബോ എന്ന സ്ഥലം. അവിടെ പോകാതെ അങ്ങനെയുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടി സ്നാനം, കുട്ടികളുടെ തലയിൽ വെള്ളം കോരിയൊഴിച്ച് ഈ കുട്ടികൾക്ക് പകരം വേറൊരാളെ വെള്ളത്തിൽ മുക്കി, ഇങ്ങനെയുള്ള പല രീതികൾ കത്തോലിക്കർ കൊണ്ടുവന്നു. മറുവശത്ത് പ്രൊട്ടസ്റ്റൻ്റുകാർ അവർ പറഞ്ഞു സ്നാനം എന്നുള്ളത് ഒരു ബാഹ്യമായ അടയാളം മാത്രമാണ്, ആന്തരികമായി നടക്കുന്ന ഒരു അവസ്ഥയുടെ ബാഹ്യമായ അടയാളം മാത്രമാണ് സ്നാനമെന്ന് പറഞ്ഞ് മറ്റൊരു കൂട്ടം. പെന്തക്കോസ്തുകാരാണെങ്കിലോ ജലത്തെ സ്നാനം മാത്രം പോരാ, ആത്മാവിന് വേണ്ടി കാത്തിരുന്ന് സ്നാനപ്പെടണം, ആത്മസ്നാനം പ്രാപിക്കണം. ആകപ്പാടെ ആശയക്കുഴപ്പമുണ്ടാക്കി സ്നാനം എന്ന വിഷയം. പക്ഷെ എത്ര ലളിതമായ വ്യക്തമായ ദൈവകൽപ്പനയാണ്. അവിടെ എന്താ പറയുന്നത്? സ്നാനം വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. സ്നാനം പെടുന്ന വ്യക്തി വിശ്വാസത്തോടു കൂടി വേണം സ്നാനപ്പെടാൻ. വചനം പഠിക്കാതെ പഠിപ്പിക്കാതെ ഒരാളെ സ്നാനപ്പെടുത്തരുത്. എല്ലാവരും സ്നാനപ്പെടുന്ന കൂട്ടത്തിൽ പോയി സ്നാനപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. കൃത്യമായി സ്നാനത്തെക്കുറിച്ച് ക്രിസ്തു ആരാണെന്ന്, ക്രിസ്തുവിൻ്റെ ക്രൂസിലെ യാഗം എന്താണ്, മാനസാന്തരത്തിൻ്റെ പ്രാധാന്യം എന്ത്, ക്രിസ്തുവിൻ്റെ വിശ്വാസം ഏറ്റുപറയേണ്ടത് എങ്ങനെയാണ്, ക്രിസ്തു ചേർക്കുന്ന സഭയെക്കുറിച്ച്, മരണത്തോളം വിശ്വസ്തരായി ജീവിക്കേണ്ടതിൻ്റെ ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം സ്നാനമേൽക്കാൻ. അതിന് പ്രായം വേണം. കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ളതല്ല ഇത്. അപ്പം അത് വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. ഇത് ദൈവം തന്നിരിക്കുന്ന നിർദ്ദേശമാണ്, കൽപ്പനയാണ്, സ്വർഗത്തിൽ നിന്നുള്ളതാണ്. ക്രിസ്തു ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് യോഹന്നാൻ്റെ സ്നാനം സ്വീകരിക്കാത്തത്? സ്വർഗത്തിൻ്റെ ആലോചനയല്ലേ? അവരുത്തരം പറഞ്ഞില്ല. സ്വർഗത്തിൻ്റെ ആലോചനയാണ് സ്നാനം. ഒരു സംഘടനയുടെ, ഒരു മാനുഷിക സഭയുടേതല്ല, സ്വർഗം തന്ന ആലോചനയാണ്. അപ്പോൾ ഇത് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന വേദഭാഗമാണ് റോമർ 6:3-4 വാക്യങ്ങളിൽ സ്നാനം എന്നിങ്ങനെ, എന്താണ് സ്നാനത്തിൽ സംഭവിക്കുന്നത്, നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യം നമ്മൾ കേട്ടു, എപ്പോൾ എങ്ങനെ പാപസമ്മതമായി മരിക്കും? അതിന് ക്രിസ്തുവിൻ്റെ ക്രൂശുമായി ബന്ധപ്പെടണം, ക്രിസ്തുവിൻ്റെ മരണമടക്ക ഉയർപ്പുമായി ബന്ധപ്പെടണം. അവിടെ ക്രിസ്തുവിനോട് നമ്മൾ ചേരണം. ക്രിസ്തുവിനോട് ചേർന്നിട്ടുണ്ടോ? വാസ്തവത്തിൽ ചോദ്യം. ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്, വീട്ടിനടുത്തുള്ള പ്രെയർ മീറ്റിങ്ങിന് എപ്പോഴും പോകും. അതല്ല ഉത്തരം. ക്രിസ്തുവിനോട് ചേർന്നിട്ടുണ്ടോ? ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ സ്നാനം സ്വീകരിക്കണം. കുഞ്ഞിലേ അല്ല, പ്രായപൂർത്തിയായതിന് ശേഷം, വചനം കേൾക്കാൻ പ്രാപ്തി ഉണ്ടായതിന് ശേഷം, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകുമ്പോൾ, ക്രിസ്തുവിൻ്റെ രക്ഷ, ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച എൻ്റെ രക്ഷകനാണെന്ന് തിരിച്ചറിവിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ കൽപ്പനയോട് ഞാൻ പ്രതികരിക്കണം, അനുസരിക്കണം, അതെൻ്റെ കടമയാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന്, ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവപുത്രൻ എന്ന ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് അത് ഏറ്റുപറഞ്ഞ് പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവ് യേശുവിനോട് ചേരണം. ദൂരെ മാറി നിന്നാൽ പോരാ, നിക്കോദീമസിനെ പോലെ മാറി നിന്നിട്ട് ബൈബിൾ പ്രസംഗിച്ചാൽ പോരാ, ബൈബിളിനെക്കുറിച്ച് പാട്ട് പാടിയാൽ പോരാ, മറ്റെന്തെങ്കിലും ആത്മീയ കാര്യങ്ങൾ ചെയ്താൽ പോരാ. ക്രിസ്തുവിലേക്ക് ചേരണം. അകത്തേക്ക് വരുന്നത് വരെ അകത്ത് വന്നിട്ടില്ല, പുറത്ത് തന്നെയാണ്. അകത്ത് വരണം, വീണ്ടും ജനിക്കണം. അപ്പോൾ മാത്രമാണ് ക്രിസ്തുവിൻ്റെ രക്തം നമ്മളിൽ ബന്ധപ്പെടുന്നത്. നാം ക്രിസ്തുവിനോട് ചേരുകയാണ്. ഇത് ബൈബിളിലെ സത്യമാണ്. ഇതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല മനസ്സിലാക്കാൻ. നമുക്ക് ആവശ്യമില്ല, നമുക്ക് താല്പര്യമില്ല. നമ്മൾ അങ്ങനെ സ്വാധീനിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് നമ്മളതിനെ ഒഴിവാക്കി പോവുകയാണ്. പക്ഷെ ഒരു ന്യായവിധി വരും. ക്രിസ്തുവിനെ അറിയാത്ത, ദൈവത്തെ അനുസരിക്കാത്തവർക്ക് അന്നേരം നമുക്ക് സമയം കഴിഞ്ഞു പോകും. മറക്കരുത്, ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി താമസിക്കുന്നത് എഴുന്നേറ്റ് ക്രിസ്തുവിൻ്റെ നാമം വിളിച്ച് അവൻ്റെ അധികാരത്തിന് കീഴിൽ അവൻ്റെ കൽപ്പനകൾ വിധേയപ്പെട്ട് സ്നാനമേറ്റ് പാപമോചനം പ്രാപിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത ദിവസം.